കഴിഞ്ഞൊരു 5 വർഷക്കാലം പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളായിരിക്കരുത് നമ്മളിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറെ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ എന്താണ്? പറ. നോർമൽ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. പറ. ജോലി, രോഗം, വിവാഹം, മക്കള്, സാമ്പത്തികം, പറമ്പ് വിൽക്കണം, വീട് വിൽക്കണം, കാറ് മേടിക്കണം. ഇതൊക്കെ കളയാൻ സമയമായി കേട്ടോ. ഇതൊക്കെ മാറിയിട്ട് ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദാഹിക്കണം, ആഗ്രഹിക്കണം. ദൈവിക രഹസ്യങ്ങള് സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരൂന്നാ പറയുന്നത് അല്ലെ? വിശുദ്ധാത്മാക്കളുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ സഭയുടെ കഴിഞ്ഞ 2000-ലധികം വരുന്ന വർഷത്തെ പാരമ്പര്യ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത ഒത്തിരി സ്വർഗീയ രഹസ്യങ്ങളുണ്ട്. വചനത്തിലൂടെയും അനേകം വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെയും വെളിപ്പെടുത്തപ്പെട്ട ഒത്തിരി സ്വർഗത്തിന്റെ രഹസ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് സ്വർഗീയ രഹസ്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കണം. അതുകൂടി നമ്മുടെ പ്രാർത്ഥനയിൽ ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മരിയ ഫൗസ്റ്റീന അല്ലെ, ആ സിസ്റ്റർ 4 മതിൽ ചുറ്റിന് ഉള്ളിൽ ഇരുന്ന് കർത്താവിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ച് കണ്ണുനീരോടെയും സ്നേഹത്തോടും അതിലേറെ തീഷ്ണതയോടും തീവ്രതയോടും കൂടി പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിന്റെ കരുണയെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ വെളിപാടുകളല്ലേ ഈ കന്യാസ്ത്രീ കൊടുത്തത്? എന്താ നമുക്കും കിട്ടൂലേ? വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തതാണ് കർത്താവിന്റെ കരുണയെ കുറിച്ചുള്ള ആഴമേറിയ പ്രബോധനങ്ങൾ. ഈ കാരുണ്യത്തിന്റെ പ്രബോധനങ്ങള് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ഫൗസ്റ്റീന എഴുതി വെച്ചു. അതാണ് വിശുദ്ധ ഫൗസ്റ്റീന ഡയറി. അതിനകത്ത് പറയുന്ന ഒരു ബോധ്യമാണ്, ആത്മാവ് കൊടുത്ത ഒരു വെളിപാടാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കർത്താവിന്റെ കരുണ ആർക്കാണ് അവകാശം എന്ന് ചോദിച്ചാൽ ലോകത്തിൽ ഏറ്റവും വലിയ പാപിക്കാണെന്നാണ് പറഞ്ഞത്. ഏത് പാപിക്കും മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കരുത്ത് കിട്ടാനുള്ള ഒരു വെളിപാടാണ് ഈ കന്യാസ്ത്രീയുടെ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പെങ്കിലും തമ്പുരാനെ എന്തെങ്കിലും ഒരു സ്വർഗത്തിന്റെ ഒരു ദർശനം എനിക്ക് തരണേ, ഒരു സ്വർഗത്തിന്റെ ഒരു വെളിപാട് എനിക്ക് തരണമേ. ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്ന ദൈവീക രഹസ്യങ്ങൾ എനിക്കും വെളിപ്പെടുത്തി തരണമെന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നുണ്ടല്ലോ, ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ചുകൂടി അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിജാതീയരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. എന്നാൽ ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണം, യേശു ദൈവമാണെന്ന് ഒരു ദൈവ പൈതലിനെ ഏറ്റു പറയണമെങ്കിൽ അവനിൽ ഈ ദൈവാത്മാവിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞു, ഞാൻ ആരാണ് നിങ്ങൾ പറയുന്നത്, മറ്റുള്ളവർ പറയുന്നതൊക്കെ ചോദിച്ചോ. പത്രോസ് ചാടിക്കയറി പറഞ്ഞു, അത് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. അത് പറഞ്ഞപ്പോ തന്നെ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, പത്രോസേ, മാംസരക്തങ്ങളല്ല, മനുഷ്യനല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, മറിച്ച് സ്വർഗീയ പിതാവാണ്. സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പൊ നിനക്ക് കിട്ടിയെന്ന്.